ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ വലിയ ഓർഡർ കിട്ടിയിട്ടുള്ള കുറച്ച് കമ്പനികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കമ്പനി ITD സിമെൻറ്റേഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. 1937 കോടി ചിലവ് വരുന്ന ബഹുനിലകളിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡറാണ് ഈ ഒരു കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. കമ്പനിയുടെ ചാർട്ട് നമുക്കിവിടെ കാണാം. അഗ്രസീവായിട്ട് വോളിയം കാര്യങ്ങളൊക്കെ റീസെൻ്റ്ലി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ താഴേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചാർട്ട് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നോക്കി ഡിസിഷൻ എടുക്കുക. രണ്ടാമത്തെ കമ്പനി ജെ കുമാർ ഇൻഫ്രാ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ്. 4 വർഷത്തിനുള്ളിൽ തീർക്കേണ്ട ഒരു റോഡിൻ്റെ കോൺട്രാക്റ്റാണ് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു എലിവേറ്റഡ് റോഡാണ്. ആനന്ദ് നഗറിൽ നിന്ന് താനെ സിറ്റിയിലേക്കാണ് ഈ റോഡ് പോകുന്നത്. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി MMRDAയിൽ നിന്നാണ്. ചാർട്ടിൽ കമ്പനി താഴേക്ക് പോവുകയാണ്. കുറച്ച് മുകളിലേക്ക് പോയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് പോകുന്നതാണ് നമുക്ക് കാണുന്നത്. കമ്പനിയുടെ ഷോർട്ട് ഫോം JKIL ആണ്. എന്നാൽ ഒരു വർഷത്തെ ചാർട്ട് മോശമില്ലാത്ത ചാർട്ടാണ്. നല്ല രീതിയിൽ കമ്പനി മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ലോയും ഹൈയും വെച്ച് നോക്കിയാൽ ഏകദേശം ഒരു 90% ഉയർച്ച കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താഴേക്കാണ്. ഇവിടുന്ന് തിരിയുമ്പോൾ ടെക്നിക്കൽ അനാലിസും മറ്റുമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. മൂന്നാമത്തെ കമ്പനി നോളജ് മറൈൻ ആൻഡ് എഞ്ചിനീയർ വർക്ക്സ് ലിമിറ്റഡ് ആണ്. ചെറിയൊരു ഓർഡറാണ്, 17.7 കോടിയുടെ ഓർഡറാണ്. മെയിൻ്റെനൻസ് വർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഡ്രഡ്ജിങ് ആൻഡ് സാൽവേജിങ് വർക്കാണ്. കാൺല പോർട്ടിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് കിട്ടിയിരിക്കുന്നത്. 3 വർഷത്തെ ഒരു മെയിൻ്റെനൻസ് വർക്കാണ് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത കമ്പനിയിലേക്ക് പോകുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ. ഒന്ന്, യുദ്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 5% കറക്ഷൻ മാർക്കറ്റിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഉടനെ റിക്കവറി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് സ്റ്റോക്കുകൾ ബോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്, നല്ല നല്ല കമ്പനികൾ. എന്നാൽ മാർക്കറ്റ് ഇവിടെ തിരിച്ച് ഒരു റീബൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പും ക്രൂഡിൻ്റെ ഒരു പ്രൈസ് ഹൈക്കും ഒക്കെ മാർക്കറ്റ് ഡൗൺ ആകാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല സെബിയുടെ F&Oയിലുള്ള പുതിയ നിയമവും ഡൗൺ ആകാനായിട്ട് കാരണമായിട്ടുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ ഈ ഒരു ഡൗണേ പോകുള്ളൂ. ഇത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒറ്റയടിക്കാൻ കയറിപ്പോവല്ല, ഗ്രാജുവലി കയറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച നമ്മുടെ സുശാന്ത് സാറ് ഒരു ലോങ് ടൈമിന് പറ്റിയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് മാറ്റ് എന്ന് പറയുന്ന ടെലിഗ്രാമിൻ്റെ പ്രീമിയം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ മാർക്കറ്റിൽ അധികം ആക്റ്റീവ് അല്ലാത്ത മാർക്കറ്റ് മാറ്റിൻ്റെ ഫ്രീ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് റിസൾട്ടിൻ്റെ അപ്ഡേഷൻസ് ആ ഗ്രൂപ്പിലും കൊടുക്കുന്നുണ്ട്. ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട് വന്ന കമ്പനികൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ Q2 റിസൾട്ടിൻ്റെ സമയമാണ്. റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു, സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല നല്ല കമ്പനികൾ, നല്ല റിസൾട്ട് വന്ന കമ്പനികൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. കുറച്ചും കൂടി ഒരു അക്യുറസി കൂടുതൽ കിട്ടും. നമ്മൾ കഴിഞ്ഞ റിസൾട്ടിന് നല്ല റിസൾട്ട് വന്നിട്ടുള്ള കമ്പനികളുടെ ഡീറ്റെയിൽസ് യൂട്യൂബ് ചാനലിൽ കൊടുത്തിരുന്നു. അതൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് പെന്നി സ്റ്റോക്കുകൾ, 4 പെന്നി സ്റ്റോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇടയ്ക്കും കൂടെയും അതുപോലുള്ള കമ്പനികളുടെ വീഡിയോ വേണമെന്ന് കമൻറ്റ് സെക്ഷനിൽ കണ്ടു. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ താമസം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അതെല്ലാ ദിവസവും പോസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മാറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരിക്കും, അതിൻ്റെ ഫ്രീ ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാർക്കറ്റ് മാറ്റിൻ്റെ 60 ദിവസത്തെ പെർഫോമൻസ് റിപ്പോർട്ട് അവരുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അവരുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസ് എന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. യൂസർ ഫ്രണ്ട്ലി കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ആ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് എന്നോട് ചാറ്റ് ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല ഒരു വാട്സപ്പ് നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അസറ്റ് പ്ലസുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മ്യൂച്വൽ ഫണ്ട് ഡിസിഷൻ എടുക്കാനായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഒന്നെങ്കിൽ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ചെയ്യാം. അതുപോലെ യൂട്യൂബിൽ ജോയിൻ ചെയ്തിട്ടുള്ള മെമ്പേഴ്സിന് നല്ല റിസൾട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതിനെ കഴിഞ്ഞ് എളുപ്പമാണ്. ഒരു വീഡിയോ ആകുമ്പോൾ അത് റെക്കോർഡ്, എഡിറ്റിങ്, അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തമ്പനെയിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടെ ഇതെല്ലാം ചെയ്യും, സമയത്തിൻ്റെ ഒരു ഇതനുസരിച്ച്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കമ്പനി നമുക്ക് ടെസ്റ്റ് അടിച്ചു വിടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ വീഡിയോയിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. വീഡിയോ ചെയ്തങ്ങ് എത്താനുള്ള ഒരു താമസം ഉള്ളതുകൊണ്ടാണ് മാക്സിമം നമ്മൾ വീഡിയോ ചെയ്യും. കാരണം റിസൾട്ട് സീസണൊക്കെ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോ എത്തിക്കും. എന്നാലും ഒരു 2 ദിവസത്തിലൊന്ന് ആ രീതിയിലായിരിക്കും എത്താൻ പറ്റുള്ളൂ. ഇതിൻ്റെ പുറകിൽ ഈ വർക്ക് ഉള്ളതുകൊണ്ട്
അപ്പോൾ നമുക്കിനി അടുത്ത കമ്പനിയിലേക്ക് കിടക്കാം. മറൈൻ്റെ ചാർട്ട് നോക്കിയല്ലോ. അപ്പോൾ ചാർട്ടൊന്ന് കാണാം. ഒരു ലോങ് ടൈമിന് പറ്റിയ കമ്പനിയൊന്നും അല്ല മറൈന്. അപ്പോൾ ഈ മറൈൻ്റെ പേര് ശ്രദ്ധിക്കണം. മറൈൻ എന്ന പേരിൽ മറ്റൊരു കമ്പനി കൂടിയുണ്ട്. ഇതിൻ്റെ BSE കോഡ് 543,273 നോളജ് മറൈൻ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ കറക്റ്റ് പേര് കേട്ടോ. മാറണ്ട. മറൈൻ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട്. നമ്മൾ നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ട് പലപ്പോഴും വീഡിയോയിലും കാര്യങ്ങളിലും വീഡിയോ വന്നോന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മറൈൻ ഇലക്ട്രിക്കൽസ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാ ഈ റിസൾട്ടോട് കൂടി ഇത് കയറിപ്പോയത് കണ്ടിരുന്നില്ലേ? ഇങ്ങനെ കയറിപ്പോയിട്ട് അതിന് ശേഷം ഇപ്പോൾ പുള്ളി ഒന്ന് ഒരു ക്ഷീണമായിട്ട് വീണ്ടും തിരിച്ച് കയറാനുള്ള ഒരു ഇതാണ്. ഈ കമ്പനി അല്ല കേട്ടോ. അപ്പോൾ ഈ കമ്പനിയുടെ കാര്യമല്ല പറഞ്ഞത്. അത് മാറിപ്പോണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം പുള്ളിക്ക് ഒരു ക്ഷീണമൊക്കെ ആയിട്ട് തിരിച്ചൊക്കെ കയറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല റിസൾട്ട് വന്ന ഒരു കമ്പനിയായിരുന്നു. അടുത്തത് സാധവ് ഷിപ്പിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. 13.4 കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെയുണ്ട്. ഒന്ന് വായിച്ച് നോക്കിയോളൂ കേട്ടോ. ഞാൻ ചാർട്ടിലേക്കൊന്ന് പോവുകയാണ്. ചാർട്ട് ഒരു സുഖമില്ലാത്ത ചാർട്ടാണ്. പിന്നെ ഒരുപാട് വലിയൊരു എമൗണ്ട് അല്ല. അതും കുഴപ്പമില്ല. 13.4 കോടി അല്ലേ? ഓക്കെ. എന്തായാലും സ്റ്റോക്ക് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ബൈ സൈഡ് വരുമ്പോൾ മാത്രം പരിഗണിച്ചാൽ മതി കേട്ടോ. അത് ഈ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയെന്ന് കരുതിയിട്ട് അന്നേരം സ്റ്റോക്ക് കയറി പോകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഓൾറെഡി കയറിയ സ്റ്റോക്കിലായിരിക്കും കിട്ടുക. അത് പിന്നീട് ഫർദർ കയറണമെന്നില്ല. എന്നാൽ നമ്മൾ അത് ആ കമ്പനികൾ വാച്ച് ചെയ്യണം. ചില കമ്പനികളൊക്കെ ഇങ്ങനെ ഓർഡർ കിട്ടിയത് ഭയങ്കരമായിട്ട് അങ്ങ് കയറിപ്പോവും. 100% അങ്ങനെയൊക്കെ അങ്ങ് കയറിപ്പോവും. അപ്പം ടെക്നിക്കൽ അനാലിസിസ് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും നിങ്ങളുടേതായ സ്റ്റഡികൾ കൊണ്ടുവരിക കേട്ടോ. ഇനി നമുക്ക് അടുത്ത കമ്പനി ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് അത്യാവശ്യം നല്ലൊരു ചാർട്ടുള്ള കമ്പനിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ എവിടെ നിന്നാണെന്നറിയോ? പവർ ഗ്രിഡിൽ നിന്നാണ്. പവർ ഗ്രിഡിൽ ലിസ്റ്റഡ് കമ്പനിയാണ്. അടിപൊളിയാണ്. പവറുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർ കമ്പനിയാണ്. അതും ഓർഡറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 565 കോടിയാണ്. ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റിയാക്ടേഴ്സ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഫിനാൻഷ്യൽ ഇയർ 2025-2026 ഈ കമ്പനിക്ക് ഈ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ചാർട്ടാണ്. നമ്മൾ വീഡിയോ ചെയ്ത ഒരു കമ്പനിയാണ്. അതിനുശേഷം കമ്പനി ഒരു ക്ഷീണമായിരുന്നു കേട്ടോ. ഇതാണ് ചാർട്ട്. ടാറിൽ എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. ഫുൾ ഫോം അടിച്ചാലും മതി. കണ്ടില്ലേ ഈ ഒരു സംഭവം? ഇത് നമ്മൾ പലപ്പോഴും ബൈയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങൾ വന്നു. കുറച്ച് നാൾ കമ്പനി ഒരു ഉറക്കത്തിലായിരുന്നു. ഹൈബർനേഷനിലായിരുന്നു. ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട്. വാച്ച് ചെയ്യുക കേട്ടോ. ഇന്നത്തെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് കഴിഞ്ഞ ദിവസത്തെ ചാർട്ടാണ്. അതായത് ഇന്ന് മൺഡേ. ഇത് വെള്ളിയാഴ്ചത്തെ ചാർട്ടാണ് കേട്ടോ. മൺഡേ തന്നെ നിങ്ങൾക്ക് വീഡിയോ വരും. ചാർട്ടെല്ലാം നമ്മൾ വെള്ളിയാഴ്ച തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വെള്ളിയല്ല, നമ്മൾ ഞായറാഴ്ച പ്രിപ്പയർ ചെയ്തതാണ്. വെള്ളിയാഴ്ചത്തെ ചാർട്ട് അപ്പോൾ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കമ്പനി ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡ്. 59 കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. സപ്ലൈ ഓഫ് സ്റ്റീൽ എക്കോ പിക്ലിംഗ് സിസ്റ്റംസ്. സ്റ്റീൽ എക്കോ പിക്ലിംഗ് സിസ്റ്റത്തിൻ്റെ സപ്ലൈ ആണ്. അതിൻ്റെ മറൈൻ ലോഡിംഗ് ആംസ്, ക്രെയിൻ പോലെയുള്ള സംഭവം ആയിരിക്കാം. അപ്പോൾ 50 കോടിയുടേത് സ്റ്റീൽ എക്കോ പിക്ലിംഗ് സിസ്റ്റമാണ്. 9.3 കോടിയുടേത് മറൈൻ ലോഡിംഗ് ആംസ് ആണ്. ടോട്ടൽ 59 കോടിയുടെ ഓർഡറാണ്. ലോയിഡ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡ്. നമുക്ക് ചാർട്ട് നോക്കാം. കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്ക് ക്ഷീണമാണ് കേട്ടോ. ടെക്നിക്കലി ബൈ അത് നോക്കണം. ടെക്നിക്കലി ബൈ ആകുമ്പോൾ മാത്രം പരിഗണിക്കുക. ഓക്കെ. കമ്പനി ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കമ്പനി നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, മറൈൻ ഇലക്ട്രിക്കൽസ്. അപ്പോൾ ഈ കമ്പനിക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 8.6 കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. പ്രിൻസ്റ്റൺ ഡിജിറ്റൽ ഗ്രൂപ്പിൽ നിന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. സപ്ലൈ ഓഫ് LT ആൻഡ് MV പാനൽ ഫോർ MU1 DCI എയറോളി നാവി മുംബൈ പ്രോജക്റ്റ്. 6 മുതൽ 8 മാസത്തിനുള്ളിൽ ഡെലിവറി കൊടുക്കണം. വലിയൊരു ഓർഡർ അല്ല. 8.6 കോടിയുടെ ഒരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ചാർട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. മറൈൻ സംതിങ് ഇവിടെ അല്ലേ, മറൈൻ ഇലക്ട്രിക്കൽസ് എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും വാച്ച് ചെയ്യാം. അടുത്ത സെൻ ടെക്നോളജീസ്. സെൻ ടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഡിഫൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റാണ് കിട്ടിയിരിക്കുന്നത് 46 കോടിയുടെ. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. 5 വർഷത്തെ പീരീഡാണ് ഈ കോൺട്രാക്റ്റ് എഫക്റ്റീവായിട്ടുള്ളത്. മെയിൻ്റെനൻസ് വർക്കാണ് കേട്ടോ. മെയിൻ്റെനൻസ് ഓഫ് സിമുലേറ്റേഴ്സ് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ സെൻ. ഇവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള സിമുലേറ്റേഴ്സിൻ്റെ മെയിൻ്റെനൻസ് വർക്കാണ് കിട്ടിയിരിക്കുന്നത്. 46 കോടി മെയിൻ്റെനൻസ് വർക്കാണ്. നമുക്ക് ചാർട്ട് നോക്കാം. ചാർട്ടിൽ സെൻടെക് നമ്മൾ പണ്ട് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ട് പുള്ളി ഒരു ഹൈബർനേഷൻ ഉറക്കത്തിൽ നിൽക്കുകയാണ്.
സംതിങ് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ നടത്തിയാൽ പരിഗണിക്കാവുന്നതാണ് കേട്ടോ. ടെക്നിക്കലി ഇതിപ്പോൾ ബീറിഷ് ആണെന്ന് പറയാനും പറ്റില്ല, ഒരു കൺസോൾട്ടേഷൻ എന്നൊക്കെ പറയാം. ബീറിഷ് അല്ല, ബുള്ളിഷ് അല്ല. ഈ സമയത്ത് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ് ചാർട്ടാണ്. ഡബിളിൻ്റെ മുകളിൽ പോയി 100% മുകളിൽ കഴിഞ്ഞ വർഷം റിട്ടേൺ തന്നിട്ടുള്ള സ്റ്റോക്കാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഇതുപോലുള്ള ന്യൂസുകൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക കേട്ടോ. മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കണ്ടൻറ്റുകൾ, വ്യൂസ് ഉള്ളത്, ലൈക്ക് കിട്ടുന്നത്, അങ്ങനെയുള്ള കണ്ടൻറ്റാണ് നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നത്. പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ നല്ല റിസൾട്ട് കിട്ടിയ കമ്പനിയുടെ വീഡിയോ ചെയ്തിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 3 മാസമൊക്കെ മുമ്പ്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ റിസൾട്ട് കിട്ടുന്ന കമ്പനികൾ ആദ്യമൊക്കെ ആൾക്കാർ കണ്ടേ, പിന്നെ അങ്ങോട്ട് വ്യൂ കുറവായി തുടങ്ങി. ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് കാണാനാണല്ലോ താല്പര്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനത് നിർത്തി. പക്ഷേ ആ റിസൾട്ട് കിട്ടിയ കമ്പനികളൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്ന് നോക്കുക. എല്ലാ കമ്പനികളും കയറിപ്പോയെന്ന് പറയുന്നില്ല. നമ്മൾ പിന്നെ കുറച്ചേ വീഡിയോ ചെയ്തുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ അല്ലാതെ പിന്നെ അനലൈസ് ചെയ്യും. എന്തിനാ ചുമ്മാ വീഡിയോ ചെയ്ത് മെനക്കെടുന്നതെന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ കണ്ടൻറ്റ് കൂടുതൽ വേണമെങ്കിൽ അതുപോലെ ഷെയറും കാര്യങ്ങളും ചെയ്യാം. കമൻറ്റിലൊന്ന് അറിയിച്ചേക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാകും ഓക്കെ ആണ് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് സബ്ജക്റ്റുകൾ, കാരണം ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ബൈ ചെയ്യാൻ പറയുകയല്ല. ഇപ്പോൾ ഒരു നല്ല ന്യൂസ് വന്നു എന്നൊക്കെ കരുതി ചില ഓർഡറൊക്കെ ചെറിയ ഓർഡറുകളാണ്. പക്ഷേ ആ കമ്പനിക്ക് അങ്ങനത്തെ ഓർഡറുകളൊക്കെ വരുന്നുണ്ടോ നമ്മൾ അറിഞ്ഞിരിക്കുക, വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മൾ പല സ്റ്റഡികളും ചെയ്യുമ്പോഴായിരിക്കും നല്ല സൂപ്പറായിട്ട് 100-200% കയറാൻ സാധ്യതയുള്ള കമ്പനികൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്റ്റഡി ചെയ്തപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന കമ്പനികൾ, കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തുന്ന കമ്പനികൾ, ഇങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.